അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടെ പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഏകദേശം ഈ പരസ്യം പോലെയാണ് എന്റെ അമ്മായി ഈ ജാക്കറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് തന്നിട്ട് നാളെ എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ഇതിൽ ബീഡ് വർക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കണം. പക്ഷെ ഇതിനുമുമ്പ് ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ വീട്ടുകാർക്ക് ഇപ്പോ ഞാൻ എന്ത് വേണം ചെയ്യും, എങ്ങനെ വേണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് അമ്മായി തുന്നി കൈ കിട്ടിയ പാടെ ഈ സാധനം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വലിച്ചു പുറത്തേക്ക് എടുത്ത് എന്റെ മാന്ത്രിക പെട്ടി. യെസ്, ദിസ് ഇസ് മൈ മാന്ത്രിക പെട്ടി. ഇതിന്റെ ഉള്ളിലാണ് എന്റെ എല്ലാ പണിയായുധങ്ങളും ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ തരുന്നോണ്ടിരിക്കുന്ന സൂചി, നൂലും, ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള എന്റെ ബോക്സ് ആണ്. അതെ, ഈ ബോക്സ് കൊണ്ട് കൈ കിട്ടേണ്ട താമസം അമ്മായിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പരിപാടി ഞാൻ ഏറ്റു തന്നെ. അങ്ങനെ ഞാൻ ബോക്സ് തുറന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പണിയാൻ വേണ്ടിയിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കൊടും ചതി തിരിച്ചറിയണത്. എന്റെയിലുള്ള സൂചിയൊന്നും ഷുഗർ ബീഡ്സിന്റെ ഉള്ളിൽ കേറണില്ല. എന്നിട്ട് എന്താ ഏറ്റുപോയില്ലേ, പിറ്റേന്തിക്ക് സാധനം കൊടുക്കണമല്ലോ. അതുകൊണ്ട് മാല പോലെ എല്ലാം ഇരുന്ന് ഇങ്ങനെ കോർത്തു. ഈ ഒരു ഇരിപ്പായിരുന്നു പിന്നെ മണിക്കൂർ കണക്കിന്. അതിന്റെ ഇടയിൽ അമ്മായി വന്നിട്ട് അമ്മയ്ക്ക് മൈലാഞ്ചിയുടെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഇട്ട് കൊടുത്തു. പണ്ട് ഇന്നെ ഒരുക്കി നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതായിരുന്നു അമ്മായിയുടെ ഹോബി. ഇപ്പൊ ഞാൻ എന്താ അമ്മായിക്ക് ഓരോന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഒരുക്കാൻ വേണ്ടിട്ട്. എന്താല്ലേ കാലം പോയി ഒരു പോക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോർത്തുണ്ടാക്കിയ സാധനം ബ്ലൗസിൽ തുന്നി പിടിപ്പിച്ചു. ഇതാണ് ബിഫോർ ലുക്ക്. അമ്മായി ഇടാനില്ലാത്തോണ്ട് ഞാൻ ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കയ്യിൽ ഇത് ഇങ്ങനെ ഒരു ഡിസൈനും പിന്നെ നെക്കിൽ ഇത് ഇങ്ങനെ ഒരു ഡിസൈനും ആണ് ഞാൻ ചെയ്തത്. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ഹെക്റ്റിക് ആയിരുന്നു പരിപാടി. എന്റെ ഒരുപാട് ഇറങ്ങി. നോ, ഇതൊരു താമര തലതിരിഞ്ഞു പോയതല്ല. അമ്മായി അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായോ എന്ന് പറയുന്നുണ്ടോ? അപ്പൊ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.